എവ്രിവൺ. അപ്പോൾ നമ്മളിന്ന് വല്യമ്മയുടെ വീട്ടിലാട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് നിൽക്കാൻ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ചേച്ചിമാർ കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഔട്ടിങ്ങിന് പോകാൻ പോവാണ്. എങ്ങോട്ടാണ് പോകണേ? പ്ലാൻ ആക്കിയിട്ടില്ല. പ്ലാനൊന്നും ഇല്ല അങ്ങനെ. എന്നാലും നമുക്ക് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ആക്കിയിട്ട് നമ്മൾ ബീച്ചിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ബീച്ച് ഇവിടെ അടുത്ത് സ്നേഹതീരാണ്. അപ്പോൾ അവിടെ തന്നെ പാർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുട്ടൂനും കളിക്കാം. അപ്പോൾ നമ്മളങ്ങനെ സ്നേഹതീരത്തേക്ക് പോവായിട്ടോ. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കറക്റ്റ് എൻട്രൻസ് ഇവിടെയൊന്നുമല്ല, കുറച്ചങ്ങോട്ട് പോവാണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് എൻട്രൻസിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മളൊരു ഏകദേശം 3:45-4 മണി സമയത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലൊന്നും ആറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയപ്പോൾ അവിടെ കുറേ ഉപ്പിലിട്ടത്, അതേപോലെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സ് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറി. അവിടെ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടൂന് കുറച്ച് നേരം കളിക്കാച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോണ്ട് പോലെ അതിന് ചുറ്റും ഇങ്ങനെ വെള്ളത്തിൽ മീനുകളുണ്ടായിരുന്നു കേട്ടോ, നിറച്ചും. അതിൽ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. വൈറ്റ്, ഓറഞ്ച്, ബ്ലാക്ക്, അങ്ങനെ ഈ 3 കളറിലുള്ള മീനുകളായിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കി പോകുമ്പോൾ കുട്ടു പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഈ മീനിന് കണ്ണില്ലാന്ന്. അപ്പോഴാണ് ഞങ്ങളൊന്ന് ശരിക്കും നോക്കിയിട്ടോ, അതിന് കണ്ണ് പുറമേക്ക് കാണാനില്ല. അതിൻ്റെ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ ഞങ്ങൾക്ക്. അതിന് കണ്ണുണ്ടാവാതിരിക്കുമെന്നില്ല, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കണ്ണ്, പക്ഷെ പുറത്തേക്ക് കാണാനില്ല. അപ്പോൾ കുട്ടു ഇങ്ങനെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. എന്താ മീനിന് കണ്ണില്ലാത്ത അമ്മേ, എന്താ കണ്ണില്ലാത്തതെന്ന് ചോദിച്ചിങ്ങനെ എല്ലാവരോടും ചോദിക്കുകയായിരുന്നു അവൻ. പിന്നെ അങ്ങനെ ഊഞ്ഞാലുകളൊക്കെ കണ്ടപ്പോൾ അവൻ ഊഞ്ഞാലുമേക്ക് പോയിട്ടോ. കുറച്ച് ഊഞ്ഞാലിലൊക്കെ കയറി കളിച്ചു. പിന്നെ ഞങ്ങളുടെ കുട്ടിക്ക് തീരെ കുറുമ്പില്ലാത്തത് കൊണ്ട് അവൻ സ്ലൈഡൊക്കെ ഉരുസനെ മുകളിൽ കൂടെ കയറിയിട്ടാണ് കേട്ടോ ഉരുസുണ്ടായിരുന്നത്. സ്റ്റെപ്പ് വഴിയല്ല അവൻ കയറിണ്ടായിരുന്നത്. വീഡിയോ എടുക്കാൻ ഞങ്ങൾ കുറേ കെഞ്ചിയപ്പോഴാണ് അവൻ സ്റ്റെപ്പ് വഴി ഒന്ന് കയറിയത്. പിന്നെ അവൻ കുറേ നേരം അങ്ങനെ ഉരുസി കളിച്ചു കേട്ടോ. അതിന് ശേഷം ഞങ്ങളൊരു വെറൈറ്റി സംഭവം കണ്ടു. ഇത് ഞങ്ങൾ അധികം പാർക്കിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ വെള്ളം കെട്ടിയിട്ടിട്ട് അതിലിങ്ങനെ ബോട്ട് പോലെ തുഴയണ ഊഞ്ഞാലല്ല, ഒരു സംഭവം. ഇതിങ്ങനെ കൈ വെച്ചിട്ട് ചുറ്റുമ്പോഴാണ് കേട്ടോ ചുറ്റണത്. അതുകൊണ്ട് തന്നെ അവനത് പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങളതിൽ കയറ്റിയില്ല അവനെ. ഇത് പിന്നെ ആ ബീച്ചിൻ്റെ സൈഡിലൊരു ബിൽഡിങ് പോലത്തെ സംഭവമാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോസ് ചെയ്യാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയപ്പോൾ അതിൻ്റെ എൻട്രൻസ് വഴി പോയപ്പോൾ അവിടെ നിറച്ചു ആൾക്കാരായിരുന്നു. ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പോണ്ട, അതിൻ്റെ സൈഡിൽ വേറൊരു സ്ഥലമുണ്ട്, അപ്പം അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ. പിന്നെ മനസ്സിലായി നടന്നിട്ട് കാര്യമില്ല, കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് തന്നെ പോയി. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ വെള്ളത്തേക്ക് ഇറങ്ങാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺസെറ്റിൻ്റെ സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ചുവന്ന സൂര്യൻ്റെ സൺസെറ്റ് കാണാൻ വേണ്ടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണ സമയത്ത് കുട്ടൂന് കുറച്ച് വെകിളിത്തറ ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തേക്കൊക്കെ ഓടി പോകാനായിട്ട്. അപ്പം അമ്മ അവൻ്റെ കൈ നല്ല മുറുക്ക പിടിച്ചിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം സൺസെറ്റ് നോക്കിയിരുന്നു കേട്ടോ. സണ്ണൊക്കെ നല്ല ചുവന്ന കളറായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ പണ്ട് പടം വരയ്ക്കൂലേ, മലയുടെ മുകളിൽ സണ്ണ്, അതിന് ചുറ്റും കാക്ക, അതേപോലെ കുറേ ബേർഡ്സ് സണ്ണിൻ്റെ അടുത്ത് കൂടെ പറക്കണ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു കേട്ടോ ബീച്ചിൽ വന്നിട്ട്. കോലൊക്കെ ആകെ വല്ലാതായി. ചക്കരൊക്കെ വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഫുള്ള് നനച്ച് അവനെ മാറ്റാൻ കൊണ്ടുപോയിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി കയറി വീട്ടിൽ പോവല്ലേ? വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് തന്നെ ഇരുട്ടൊക്കെ ആയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ തൃശ്ശൂരുള്ള അലിബാബയ്ക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെ വലിയ പ്രതിമ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി അത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ കുട്ടു വെകിളിത്തരം തുടങ്ങി കേട്ടോ. അപ്പോൾ അതിന് അവിടുത്തെ ചേട്ടൻ ഒരു അലിബാബയുടെ മാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കളിച്ചു കുറേ നേരം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് എനർജി കയറി കേട്ടോ. അതുവരെ വാടി കുറഞ്ഞ പോലെ കിടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ സെറ്റായിട്ടാണ് വീട്ടിൽ പോയത്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. തന്തൂരി